പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാവുന്ന എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ദൈവകരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായ യേശുവാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തിന്, ഈ ലോകം മുഴുവനും ഏറ്റവും ആവശ്യമായ കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ. നമുക്ക് ആ ഒരു ബോധ്യത്തോടു കൂടി ഈ സമയം ഈശോയുടെ മുമ്പിലായിരിക്കാം. നമ്മോട് കരുണ കാണിക്കുവാൻ, നമ്മുടെ എല്ലാ അവസ്ഥകളിലേക്കും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ മനസ്സായി കർത്താവ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ നിമിഷം നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് ഈ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുയർന്നങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, അങ്ങ് വലിയവനാണ്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണ്. കർത്താവേ, ബോധ്യത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നവരിലേക്കാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി വരുന്നത്. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവകരുണ കണ്ടെത്തുന്നത്. അവരുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം കർത്താവ് പരിഹരിക്കുന്ന അനുഭവം അവർക്കുണ്ടാവും. അബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്പസമയം ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. പ്രത്യേകിച്ച് കാരുണ്യവാനായ നമ്മുടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി ഈ കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് എടുക്കാവുന്ന ഒരു പാരഗ്രാഫ് ഫൗസ്റ്റീനായുടെ ഡയറി വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. 1447 ദൈവ കരുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ഹൃദയം നിറയെ കരുണയും സ്നേഹവുമാണ്. ഈ വിശുദ്ധയ്ക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യം, പല പ്രാവശ്യം യേശു അവളെ സന്ദർശിച്ചിട്ടുണ്ട്. പല വെളിപ്പെടുത്തലുകൾ അവൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ കരുണയുടെ പടം പോലും അത് വരയ്ക്കപ്പെട്ടത് യേശു കൊടുത്ത നിർദ്ദേശപ്രകാരം. ഇവിടെ നമുക്ക് കാണുകയാണ് യേശു അവളോട് പറഞ്ഞ ഒരു കാര്യം, വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: എൻ്റെ ഹൃദയം നിറയെ സ്നേഹവും കരുണയുമാണ്. കർത്താവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്: സ്നേഹം, കരുണ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കരുണാർദ്ര സ്നേഹം. ഇതാണ് യേശുവിൻ്റെ ഹൃദയത്തിൽ നമ്മൾ കാണുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ കരുണ വേണ്ടവർ തിരിയേണ്ടത് യേശുവിലേക്കാണ്. ഈ സ്നേഹം വേണ്ടവരെ സമീപിക്കേണ്ടത് യേശുവിനെയാണ്. അവനുമായി നമ്മൾ വ്യക്തിബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടും
നമ്മുടെയും ലോകത്തിൻ്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിക ലേഖനം. ഇതിനോടകം നമുക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് ദിവസ് ഇൻ മിസരിക്കോദിയ. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിച്ച് ഇൻ മേഴ്സി. ദൈവം കരുണയാൽ സമ്പന്നം, റിച്ച് ഇൻ മേഴ്സി. അതാണ് ദിവസ് ഇൻ മിസരിക്കോദിയ എന്നതിൻ്റെ അർത്ഥം തന്നെ. ഈ ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വിശുദ്ധൻ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ലോകത്തിന് മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ളത് ഈ കരുണയാണ്. പറയുണ്ട് ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് കിട്ടാനുള്ള മാർഗം എന്താണെന്നും ഈ ചാക്രിക ലേഖനം നമ്മെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. കർത്താവിൻ്റെ ഹൃദയം നിറയെ സ്നേഹവും കരുണയുമാണ്. പറയുണ്ട് സ്നേഹം വേണ്ടവർ, കരുണ വേണ്ടവർ നേരെ തിരിയേണ്ടത് കർത്താവിങ്കിലേക്കാണ്. എപ്രകാരം നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് ഈ കരുണ പ്രാപിക്കണം എന്നുള്ളത് ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പറഞ്ഞല്ലോ, യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. വിശുദ്ധ കുർബാന നമുക്കിപ്പോൾ അൾത്താരയിൽ നമ്മൾ എഴുന്നള്ളി വെച്ചിരിക്കുന്നത് ദിവ്യകാരുണ്യമാണ്. വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മുഖമെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. പറയുകൊണ്ട് ഇവിടെ ദൈവകരുണ പ്രാപിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവായ യേശുവിൻ്റെ ആ ഒരു ഹൃദയം അത് നിറയെ സ്നേഹവും കരുണയുമാണ് എന്നുള്ളത് അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനവും 16-ാമത്തെ വചനവും. 1 യോഹന്നാൻ 4-ന്റെ 8-ഉം 16-ഉം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ പറഞ്ഞ ദൈവം സ്നേഹമാണ്. നമുക്കറിയാമല്ലോ, യോഹന്നാൻ സ്ലീഹ ഏറ്റവും നല്ല ഒരു നിർവചനം ദൈവത്തിന് നൽകി. അതിപ്രകാരമാണ് ദൈവം സ്നേഹമാണ്. 16-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ദൈവം കരുണയാണ്. പറയുകൊണ്ട് ഈ യേശുവിനെക്കുറിച്ച് ചിന്തിച്ചാലും പിതാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക: സ്നേഹം, കരുണ. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. പറയുകൊണ്ട് തന്നെ സ്നേഹത്തിനോ കരുണയ്ക്കോ വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ ദൈവത്തിന് പറ്റത്തില്ല. നമ്മളായിട്ട് നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ. അല്ലാതെ ദൈവം നമ്മെ ഓടിച്ചു പിടിച്ച് ശിക്ഷിക്കുന്ന ആ ഒരു അവസ്ഥയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എഫേസസ് 2-ാം അധ്യായം 4-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ദൈവം കരുണയിൽ സമ്പന്നനാണ്. ഒരല്പസ്വല്പം കരുണയല്ല. ചിലർ അതുപോലും കാണിക്കില്ലാത്തവരുണ്ട്. ചിലർ ഒരല്പസ്വല്പം കരുണയൊക്കെ കാണിക്കും, പിന്നെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇതല്ല നമ്മുടെ ദൈവം. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് സ്നേഹവും കരുണയുമാണ്. ആ കരുണയിൽ സമ്പന്നനായവനാണ് നമ്മുടെ ദൈവം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയമാവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനമെടുത്താൽ, നിയമാവർത്തനം 4-ന്റെ 31, നിങ്ങളുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. അതാണ് വചനം പറയുക. നിങ്ങളുടെ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ ഇല്ല. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു നേട്ടം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടത്തില്ല. കർത്താവ് എപ്പോഴും നമ്മെ കൈപിടിച്ച് നടത്തും. നമുക്ക് പിടിക്കാനൊരു കൈയുണ്ട്, കർത്താവിൻ്റെ കരം. അവിടുന്ന് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല, അവിടുന്ന് ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഇന്നലകൾ നമ്മൾ ദൈവത്തെ അറിയാത്തവരെ പോലെയും സ്നേഹിക്കാത്തവരെ പോലെയും ഒക്കെ നമ്മൾ ജീവിച്ചവരായിരിക്കാം, പെരുമാറിയവരായിരിക്കാം. എങ്കിലും അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ദൈവം നമ്മെ നശിപ്പിക്കില്ല, ദൈവം നമ്മെ കൈവിടത്തില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 103
8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം വിളിച്ചു പറയുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനം 103-ന്റെ 8-ാമത്തെ വചനം. കർത്താവ് ആർദ്രഹൃദയനാണ്, കർത്താവ് കാരുണ്യവാനായ ദൈവമാണ്, അവിടുന്ന് ക്ഷമാശീലനാണ്, അവിടുന്ന് സ്നേഹനിധിയാണ്. ഇതെല്ലാം ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ്, ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പുറപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം ഒക്കെ ഇതിനോടകം പരിചയമുള്ള, നമ്മുടെ മനസ്സിൽ ചങ്കിൽ കയറിപ്പറ്റിയിരിക്കുന്ന ഒരു വചനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട്, അവരോടും അവരുടെ 1000 തലമുറയോടും ഞാൻ കരുണ കാണിക്കും. എന്നെ വ്യവസ്ഥയായിട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി മാറണം. അവരോട് തലമുറകളോളം ദൈവം കരുണ വർഷിക്കും എന്നുള്ളത് ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. സങ്കീർത്തനം 103-ന്റെ 11-ഉം അതിൻ്റെ 17-ഉം എടുക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ദൈവകരുണയെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. ഭൂമിക്ക് മേൽ ഉയർന്നു നിൽക്കുന്ന ആകാശം പോലെയാണ് ദൈവത്തിൻ്റെ കരുണ ഉയർന്നു നിൽക്കുന്നത്. ഇവിടെ പാപം വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന കാര്യം നാം തിരിച്ചറിയണം. സങ്കീർത്തനം 33 5-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഭൂമി മുഴുവൻ, നമുക്കറിയാം എത്ര വിശാലമായൊരു ഭൂമിയാണ്, ആ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഈ വചനഭാഗങ്ങളും ഫൗസ്റ്റീനായുടെ ഡയറിയും ദൈവത്തെ നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ അല്പസമയം സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായി പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. എപ്പോഴും എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ.